മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. മിന്നാമിനുങ്ങേ മിന്നും മിനുങ്ങേ എങ്ങോട്ടാണെങ്ങോട്ടാണീ തിടുക്കം? നീ തനിച്ചല്ലേ, പേടിയാവില്ലേ, കൂട്ടിനു ഞാനും വന്നോട്ടെ. ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആരെയാണ് മനസ്സിലേക്ക് ഓർമ്മ വരിക? വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ, കലാഭവൻ മണി അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, കുറച്ച് നല്ല നാടൻ പാട്ടുകളായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നാടൻ പാട്ട് ഇഷ്ടമില്ലാത്ത ആരും മലയാളികളാരും ഉണ്ടാവില്ല. മലയാളികൾ എന്നല്ല, എല്ലാവർക്കും നാടൻ പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് നാടൻ പാട്ട് അല്ലേ. അപ്പോൾ അദ്ദേഹം ഒരുപാട് പാട്ടുകൾ ആൽബത്തിലും സിനിമയിലൊക്കെ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അതിൽ കുറച്ച് പാട്ടുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പാടാൻ പോണത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ലച്ചു വ്ളോഗ്സ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. മണിച്ചേട്ടൻ്റെ പാട്ടുകളിൽ കേട്ടതിൽ വെച്ചിട്ട് മനസ്സിൽ തട്ടിയ ഒരു എന്താ പറയുക, ഒരു മനസ്സിനെ വല്ലാതെ ഒന്ന് പിടിച്ചൊളിച്ചൊരു പാട്ടാണ് ഉമ്പായി കുച്ചാണ്ട് എന്നുള്ള ആ പാട്ട്. അത് മിന്നാമിനുങ്ങ് എന്നുള്ള ഒരു ആൽബത്തിൽ അദ്ദേഹം ലിറിക്സ് മ്യൂസിക്കൊക്കെ അദ്ദേഹം തന്നെ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ ഇപ്പോൾ അദ്ദേഹം ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഒരു 10 വർഷമൊക്കെ ആയിട്ടുണ്ടാവും നമ്മൾ വിട്ടു പിരിഞ്ഞു പോയിട്ട്. അപ്പോൾ ഏതായാലും ആദ്യം തന്നെ ആ പാട്ട് പാടാം. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണമ്മ, വാഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമ്മ. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണമ്മ, വാഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമ്മ. വയറ് കത്യാളി എൻ്റെ കൊടൽ കത്തണമ്മ, പ്രാണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴാക്കണമ്മ. അത്തം കഴിഞ്ഞാലോ പിന്നെ ഓണം വരുമെന്ന് ഇമ്മിണി നാളായിട്ടച്ഛൻ കൊഞ്ചി പറയാറില്ലേ. ഉമ്പായി കുച്ചാണ്ട് പാണം കത്തണമ്മ, വായല പൊട്ടിച്ച് പാപ്പണ്ടാക്കണമ്മ. ഇതൊരു കുട്ടിയോട് വീട്ടിൽ ഭയങ്കര ദാരിദ്ര്യം കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ അതൊന്നും കുട്ടിയെ അറിയിക്കാതെ പ്രതീക്ഷകളൊക്കെ കൊടുക്കുന്ന ഒരു നല്ലൊരു ആൽബം കേട്ടോ അത്. അതിൻ്റെ എന്താ പറയുക, വിഷ്വലൈസേഷനും നമ്മളെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുത്തും. പാട്ടിനാണെങ്കിൽ അതിലേറെ നന്നായിട്ട് പാടിയിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്ന നല്ലൊരു പാട്ടാണത്. ഇനി വേറൊരു പാട്ടാണ് ഓടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ എന്നുള്ള, അതും അദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ കുരപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ കുരപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കാരണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി. ഇന്ന് നിന്റെ വീട്ടിലോ കല്യാണാലങ്കാരം, ഇന്നെൻ്റെ വീട്ടിൽ കണ്ണീരാണ്ടി. ഓടപ്പഴം പോലൊരു പെണ്ണിനു വേണ്ടി ഞാൻ കുരപ്പുഴയാകെ അലഞ്ഞോനാണ്ടി. ഇത് ഭയങ്കര സങ്കടമുള്ളൊരു, ഇതും ഒരു സങ്കടമുള്ള പാട്ടാണ്. അത് എനിക്ക് തോന്നുന്നു കുറേ അദ്ദേഹം എന്താ ഇപ്പോൾ കുറച്ച് ശോകമായിട്ടുള്ള പാട്ടുകളാണ് പാടിയിരിക്കുന്നതെന്ന്. ഏത് പാട്ട് എടുത്ത് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്ത പാട്ടുകളാണ് കേട്ടോ. സ്വന്തം അനുഭവങ്ങളിൽ നിന്നും ഉൾക്കൊണ്ട് എഴുതിയ പാട്ടുകളാണ് ഏറും.
ഉള്ളത്. അപ്പോൾ എന്താ ജീവിതത്തിലുള്ള അനുഭവങ്ങളൊക്കെ നാടൻ പാട്ടുകളിലൂടെ പകർത്തിയിട്ടാണ് നമുക്ക് പാടി തന്നിരിക്കുന്നത്. സ്റ്റേജ് ഷോകളിലൊക്കെ ആണെങ്കിലും കാണികളുടെ ഇടയിലൊക്കെ ഇറങ്ങി പാടുക അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റൈൽ. നല്ലൊരു എന്താ പറയുക, നമ്മൾ മലയാളികളുടെ ഹൃദയത്തിൽ ഇറങ്ങി നാടൻ പാട്ടുകൾ നമുക്ക് പാടിത്തന്നെ അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്രയ്ക്കും ഒരു ആത്മാവ് ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം ഏത് പാട്ടുകളും പാടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മലയാളികളുടെ മനസ്സിൽ അത്രയും സ്ഥാനം അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കും അദ്ദേഹത്തിനൊക്കെ വലിയൊരു സ്ഥാനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ വേറൊരു പാട്ടാണ് കാവുങ്ങാട്ടെ അമ്പലത്തിൽ പാട്ടല്ലടി കേൾക്കണത്, നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരേ, നേരം വേളുത്തടി പെണ്ണെ കട്ടൻ തിളപ്പിക്ക് പൊന്നാരേ, ഉഴുതുമാറിച്ചൊരു കണ്ടത്തിൽ വിത്തു വിതയ്ക്കണ്ടേ, വിത്തു വീതച്ചാലേ പെണ്ണെ ഞാറു മുളയ്ക്കുള്ളൂ. അങ്ങനെ നീണ്ടുപോകും ആ പാട്ട്. അത് വിത്ത് വിതച്ച് നെല്ലായി അത് കൊയ്തെടുക്കുന്ന കഥ വരെ ഉണ്ടാവും ആ പാട്ട് കേട്ടോ. ഈ പാട്ട് പാടുമ്പോൾ എനിക്കൊരു കാര്യം ഓർമ്മ വരിക, എൻ്റെ വലിയ മോള് ചെറിയ കുട്ടിയായിരിക്കുന്ന ആ സമയത്ത് ഈ പാട്ട് വെച്ചെടുത്താൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആ പാട്ട് ഇങ്ങനെ വെച്ചെടുക്കും. അപ്പോൾ കേട്ടാൽ ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ ഉണ്ടാകാതെ കേട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ. ഇനി വേറൊരു പാട്ടാണ് കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടേന്ന് എൻ്റെ പുന്നാരേ, മാമ്പഴമാകട്ടേന്ന്, വെള്ളേമൈ പൊള്ളിള്ള മിന്നുന്ന പവാട എത്ര ഞാൻ വാങ്ങി തന്നു എൻ്റെ പുന്നാരേ, എത്ര ഞാൻ വാങ്ങി തന്നു. ഈ പാട്ട് ഇപ്പോൾ റീമിക്സൊക്കെ ആയിട്ട് വന്ന സ്റ്റേജ് ഷോകളിലൊക്കെ നല്ല DJ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ പാടുന്നുണ്ട്, ഗായകരൊക്കെ പാടാണ്. ഇനി ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട, ഓമനപ്പൂമുഖം വാടിടേണ്ട, ഓമനപ്പൂമുഖം വാടാതെ സൂക്ഷിച്ചാൽ ഓമനച്ചുണ്ടത്തൊരുമ നൽകാം, ടാറിട്ട റോഡാണ് റോഡിൻ്റെ അരികാണ് വീടിനടയാളം ചീമക്കൊന്ന. അങ്ങനെ പിന്നെ പുഞ്ചവരമ്പത്ത് പാമ്പിൻ്റെ മുത്തൻ്റെ സൂക്ഷിച്ച് വന്നുള്ളൂ പൊന്നു ചേട്ടാ, അങ്ങനെ ഒരു നല്ല ഇതുള്ള പാട്ടാണ്. നല്ല ഒരു കോമഡി ഉണ്ടായില്ലേ. പിന്നെ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ, ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിൻ്റെ കൊട്ടയിൽ നെയ്യുള്ള പിടക്കണ മീനാണേ. പിന്നെ അതിൻ്റെ ലാസ്റ്റ് പെണ്ണ് ചീരിക്കണ കണ്ടെൻ്റെ കച്ചവടം പോയല്ലോ കാശും പോയേ, പെണ്ണ് ചീരിക്കണ കണ്ടെൻ്റെ കച്ചവടം പോയല്ലോ കാശും പോയേ, ചന്ദന ചൊപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണേ, ചന്ദന ചൊപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണേ, ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദനച്ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ഈ പാട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ പറയുന്നൊരു സിനിമ ഉണ്ട്, ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നുള്ളൊരു സിനിമ ഉണ്ട്, അതിൽ ഈ പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ പരലി പരലി പരല് പൂവാലി പരല് പരല് ഇന്നലെ നേരത്തി പരല് വെള്ളത്തിലോടണല്ല, അതൊരു പാട്ടുണ്ട്. അപ്പോൾ ഏത് പാട്ട് എടുത്ത് നോക്കിയാലും നല്ല അടിപൊളി പാട്ടുകളാണ്. ഒന്നെങ്കിൽ നല്ല മനസ്സിന് തട്ടുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ നല്ല ജിഗുള്ള പാട്ടുകൾ. അപ്പോൾ ഏതായാലും പിന്നെ സിനിമകളിലും കുറേ അദ്ദേഹം പാടിയിട്ടുണ്ട്. കരുമാടിക്കുട്ടൻ എന്നുള്ള സിനിമ ഇല്ലേ, അതിലുണ്ട് കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ കൊഞ്ചും വളയിട്ട് കൈകൊട്ട്, കരുമാടിക്കുട്ടനും നന്ദിനിക്കുട്ടിക്കു മാറ്റുനോറ്റുണ്ടായ കല്യാണം, നാദസ്വരം വേണം തകിലു വേണം പിന്നെ ആശാൻ ചേട്ടൻ്റെ തപ്പു വേണം. പിന്നെ വേറുണ്ട് ബെൻ ജോൺസൺ എന്നുള്ള സിനിമയിൽ സോണ സോണ നീ ഒന്നാം നമ്പർ, അടിമുടി വടിവഴകിൽ ഒന്നാം നമ്പർ, അങ്ങനെ അതൊക്കെ അദ്ദേഹം പാടി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഇപ്പോൾ റീൽസിലൊക്കെ ട്രെൻഡായിരുന്ന പാട്ടില്ലേ, വളകിലുക്കണ കുഞ്ഞോളെ ചിരി പൊഴിക്കണ മുത്തോളെ വഴിയരികിൽ പൂത്തു നിൽക്കണ പൊന്നാരേ, തനിച്ചിരിക്കണ നേരത്ത് അടുത്തു വന്നവരാരാണ് അവനരികിൽ ചൊന്ന കരിയമെന്താണ്.
പിന്നെ അങ്ങനെ കുറേ വരത്തൻ്റെ ഒപ്പം മൊളിച്ച് ചടിയ തങ്കമ്മേ നിൻ്റെ പരക്കം പച്ചിലിനൊടുക്കം കിട്ടൊടി തങ്കമ്മേ ആണിൻ്റെ മാനം കക്കണതരടി തങ്കമ്മോ ഈ വീട്ടിലിരിക്കണ പെണ്ണുങ്ങളാണടി തങ്കമ്മേ. അങ്ങനെ അപ്പോൾ എനിക്ക് എന്താ പറയുക, ഞാൻ ഈ പാടിയ പാട്ടുകളൊക്കെ പൊതുവെ എല്ലാവർക്കും അറിയുന്ന പാട്ടുകളായിരിക്കും കേട്ടോ. അത് ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് പാട്ടുകളാണ്. പിന്നെ ആൽബങ്ങളിലൊക്കെ കുറേ പാട്ടുകളുണ്ട്, നമ്മൾ ചിലപ്പോൾ കേൾക്കാത്ത പാട്ടുകളൊക്കെ ഉണ്ട്. ഈ കുറച്ച് പാട്ടുകൾ നമ്മൾ സ്ഥിരമായിട്ട് മലയാളികളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന പാട്ടുകളാണ്. അതാണ് ഞാനിത് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഏതായാലും മണിച്ചേട്ടൻ്റെ പാട്ടുകൾ, അദ്ദേഹം മരിച്ചാലും അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം കുറച്ച് പാട്ടുകൾ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, ഇനിയുണ്ട് കുറേ പാട്ടുകൾ കേട്ടോ. അപ്പോൾ ഏതായാലും ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്താ പറയുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ഒക്കെ തന്നെ പറയാനുള്ളൂ. ലൈക്ക് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കുക, പ്രാർത്ഥിക്കുക. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റ.